ദ ജേർണലിസ്റ്റിലേക്ക് വെടിനിർത്തൽ കരാറിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നത് നോക്കി നിന്ന ഹമാസിനെയും ഇറാനെയും ഒക്കെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധകാഹളത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. എഴുതി വെച്ചോളൂ, ഒരു മഹായുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്തി നിൽക്കുന്നത്. ഹമാസ് വിരണ്ടു, ഇറാൻ പേടിച്ചു, ഹിസ്ബുള്ളയും ഹൂത്തികളും ആത്മഹത്യ ചെയ്തു, ട്രംപച്ചായൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ചില കൃസംഖി നുണയന്മാരായ വർഗീയവാദികളായ കോമരങ്ങൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകളിൽ കടൽ കിഴവന്മാരിൽ നിന്ന് തള്ളുന്നുണ്ട്, എല്ലാം അറിയുന്നവരെ പോലെ. പക്ഷേ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത വിവരം കെട്ടവന്മാരാണ് ഇപ്പോൾ ഈ ഗൾഫിലെ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അതിനുള്ള കാരണം ഇവറ്റകൾ കുറേ കാലമായി ഹമാസിനെ തീർക്കുന്നു. ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾ മരിക്കുന്നത് നോക്കിയിട്ട് അവരുടെ മതം അതാണ്, അവന്മാർ മരിക്കേണ്ടതാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നു, കൈയടിക്കുന്നു. ഇവർ ചിരിച്ചുകൊണ്ടാണ് ഈ ഗസയിലെ മരണവാർത്തകൾ പറയുന്നത്. നമ്മളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. ഒരു സാധാരണക്കാരായ സ്ത്രീകളും അത് കുട്ടികളെയൊക്കെ ഒരുപാട് കൊല്ലുക എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ചിരിച്ചുകൊണ്ടാണ് 15,000 കുട്ടികൾ മരിച്ചു, 50,000 കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുക. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവർ പറയുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കട്ടെ, നല്ലതല്ലേ, ഹമാസ് തീരട്ടെ എന്നൊക്കെയാണ്. പക്ഷേ ഇതുണ്ടാക്കുന്നൊരു പ്രത്യാഘാതം അത് നമ്മളെയൊക്കെ ബാധിക്കും. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന ഗസയിലേക്ക് വലിയ പട്ടാളത്തെ അയക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഗസയെ പിടിച്ചെടുക്കാൻ പറയുന്നു, അങ്ങോട്ട് വിടുന്നു. അങ്ങനെയൊക്കെ അങ്ങൊരു യുദ്ധം തുടങ്ങിയാൽ എന്താകും അതിൻ്റെ അനന്തരഫലമെന്ന് നമുക്കിപ്പോൾ ഇരുന്ന് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മളൊരു വട്ടം വരച്ചിട്ട് അതിനകത്ത് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഹമാസിനെ കീഴടക്കാൻ എന്ന പേരിൽ ഗസയിലേക്ക് ഒരു വംശീയ ഉന്മൂലനത്തിനായി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പട്ടാളം വരികയാണെങ്കിൽ എന്തായാലും അറബ് രാജ്യങ്ങൾ അതിനെ ചെറുക്കും. അറബ് രാജ്യങ്ങൾ അതിന് കൃത്യമായ ഉടക്ക് വയ്ക്കും, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും, പറ്റാവുന്ന രീതിയിലൊക്കെ അതിനെ ചെറുക്കാൻ ശ്രമിക്കും. അതേസമയം ഇറാനും ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ആണെങ്കിൽ മാരകമായ ആക്രമണമാണ് നടത്തുക. ഇപ്പോൾ ഇറാൻ ഓൾറെഡി ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. അത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമല്ല, മറിച്ച് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പല രൂപത്തിൽ പല കുറി ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇറാൻ അവിടെ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഹമാസും ഇപ്പോൾ ശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വാക്കുകൊണ്ടുള്ള യുദ്ധമാണ്. ട്രംപ് പറയുന്ന എല്ലാത്തിനും കൃത്യമായ മറുപടികൾ, തിരിച്ചടികൾ ഹമാസ് കൊടുക്കുന്നുണ്ട്. അതായത് ട്രംപിനെ ഞങ്ങൾ വിലവെക്കുന്നില്ല, ട്രംപ് എന്ത് ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കും, ട്രംപിനെ അങ്ങനെ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹമാസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ തന്നെ റദ്ദാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, വെടിനിർത്തൽ കരാർ സുഗമമായി മുന്നോട്ട് പോകുന്നു, പലസ്തീൻ അഭയാർത്ഥികൾ തിരിച്ചു വരുന്നു, ഇസ്രായേലിൻ്റെ ബന്ദികളെ അങ്ങോട്ട് കൊടുക്കുന്നു, പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിലേക്കൊക്കെ വെടിവെപ്പ് നടത്തുന്നുണ്ട് എങ്കിലും പഴയതുപോലുള്ള രൂക്ഷമായ യുദ്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സമാധാനത്തിൽ കാര്യങ്ങൾ പോകുന്നു. വെടിനിർത്തലിൻ്റെ 2ാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നു. ഈജിപ്തും ഖത്തറും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക, അതുപോലെ തന്നെ നെത്രിസൻ ഇടനാഴിയിൽ അവിടെ കൂടുതൽ ഗസയിലെ ജനങ്ങൾ വരട്ടെ, ആ ഇടനാഴി തന്നെ അവസാനിപ്പിക്കുക, അങ്ങനെ വടക്കൻ ഗസ പിടിച്ചെടുക്കുക എന്ന ഇസ്രായേലിൻ്റെ സ്വപ്നം എന്തൊക്കെയായി തകരുക. ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ, 2ാം ഘട്ടത്തിൽ നടക്കേണ്ട കാര്യം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടതോടുകൂടി ട്രംപ് ഇനി ഗസയെ അങ്ങ് പിടിച്ചെടുക്കാൻ പോവുകയാണ്. ആ നിലവാരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ഹമാസ് ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഹമാസിന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളും തിരിച്ചടിക്കും, ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിർത്തും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വെടിനിർത്തൽ കരാർ മാത്രമാണ് ഗസയിലുള്ള ഇസ്രായേലി ബന്ദികളെ തിരികെ എത്തിക്കാനുള്ള മാർഗം. അതായത് ഇസ്രായേൽ വലിയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും യുദ്ധത്തിനെതിരെയും ഒക്കെ വലിയ സമരകാഹളം തീർക്കുകയാണ് ജനങ്ങൾ. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബന്ദികളെ വിട്ടുകിട്ടണമെങ്കിൽ ആകെയുള്ള മാർഗം അത് ഈ പറയുന്ന വെടിനിർത്തൽ മാത്രമാണ്. ഇപ്പോൾ ട്രംപിൻ്റെ സേന വന്നാലും ഇസ്രായേൽ സൈന്യം വന്നാലും നിങ്ങൾ ഗസ മുഴുവൻ ഇളക്കി മറിച്ചാലും വലിയ ആക്രമണങ്ങൾ നടത്തിയാലും ഒന്നും ഈ ബന്ദികളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ബന്ദികളെ തിരിച്ചു കിട്ടണമെങ്കിൽ ഏകമാർഗം വെടിനിർത്തൽ കരാർ നടത്തുക, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് എന്ന് ഹമാസ് പറയുമ്പോൾ അത് ട്രംപിന് നേരെയുള്ള ശക്തമായ ആക്രമണം തന്നെയാണ്.
1000 മിസൈലുകൾ അയക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി അമേരിക്കയുടെ ചെകിട്ടത്തടിക്കുന്ന, ഇസ്രായേലിന് ഭീഷണിയാകുന്ന പ്രസ്താവന തന്നെയാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ രൂക്ഷമായ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനി മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്ക പടയിറക്കുന്നു, ഇസ്രായേൽ പടയിറക്കുന്നു, ഇറാനും ഹമാസ്, ഹിസ്ബുള്ളയും ഹൂത്തികളും തിരിച്ചടിക്കുന്നു. സ്വാഭാവികമായും റഷ്യയും ചൈനയും ഒക്കെ ഇറാൻ്റെ വശത്ത് നിൽക്കുന്നു. റഷ്യ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് പരിഹാരം, പലസ്തീനികളുടേതാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റഷ്യ. എന്ന് മാത്രമല്ല, ഈ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന അമേരിക്കക്കൊപ്പം നിൽക്കുന്ന ചേരിയിൽ നിൽക്കുന്നവർ പോലും ഈ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും ദ്വിരാഷ്ട്ര ഫോർമുല, അതായത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നത് തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗമെന്ന് തീർത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇപ്പുറത്തുള്ള ചേരി, അതായത് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ അടങ്ങുന്ന ഹിസ്ബുള്ളയും ഹമാസ് ഹൂത്തികളൊക്കെ ചേരുന്ന ഒരു വലിയ ചേരി, അവർ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തും. അപ്പുറത്ത് അമേരിക്കയുടെ ഒരൊറ്റ ബലത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. മുമ്പ് അമേരിക്ക സൗദിയെയും ഇസ്രായേലിനെയും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിനൊരു ബന്ധമുണ്ടാക്കി കൊടുത്ത് അവിടെ ഒരു പ്രശ്നപരിഹാരം, അതായത് പലസ്തീൻ വിഷയം അങ്ങനെ പരിഹരിക്കാം, പലസ്തീനെ ഒറ്റപ്പെടുത്താം എന്ന നിലയിൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഇനി നടക്കില്ല എന്ന് സൗദി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുദ്സ് ആസ്ഥാനമായുള്ള പലസ്തീൻ രാജ്യം രൂപീകരിക്കപ്പെടുന്നതല്ലാതെ മറ്റൊരു പരിഹാരം ഈ വിഷയത്തിലില്ല എന്നാണ് സൗദി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് അറബ് രാജ്യങ്ങൾ കട്ടയ്ക്ക് ഇസ്രായേലിനെതിരെ നിൽക്കുകയും പലസ്തീനൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ ഇപ്പോൾ ഈ പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ അപലപിക്കുകയും മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് അമേരിക്ക മാത്രമായിരിക്കും പിന്തുണയായിട്ടുണ്ടാകുക. മറുവശത്തെ ചേരി കൂടുതൽ ശക്തമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ട്രംപിന് വലിയ തിരിച്ചടിയാകും, അല്ലെങ്കിൽ ആ മുന്നേറ്റം ട്രംപിനെ ഞെട്ടിക്കും. ഇപ്പോൾ തന്നെ ട്രംപ് ഞെട്ടിയിട്ടുണ്ടാകും, ഭയന്നിട്ടുണ്ടാകും. ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ട്രംപ് ഹമാസിനെ ഞെട്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഹമാസ് ബന്ദികളെ മുഴുവനായി വിട്ടു നൽകിയില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും, വെടിനിർത്തൽ കരാർ റദ്ദാകുമെന്ന് ഹമാസിനോട് അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളോട് ട്രംപ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് അംഗീകരിക്കുന്ന വിധത്തിലുള്ളൊരു നീക്കമായിരിക്കും ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ട്രംപ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഹമാസ് ആക്രമണം തുടങ്ങി, ഹമാസ് തിരിച്ചടിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, വെടിനിർത്തൽ കരാറല്ലാതെ ബന്ദികളെ തിരിച്ചു കിട്ടാൻ ഒരു പണിയും നിങ്ങളെടുത്തിട്ട് കാര്യമില്ല, കിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ഒരു വാർ സോൺ രൂപീകരിക്കപ്പെടുകയാണ്. ഇനി അതൊരു യുദ്ധത്തിലേക്ക്, അതായത് അമേരിക്കയും ഇസ്രായേലും സൈന്യത്തെ ഇറക്കുമോ, അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ വലിയ യുദ്ധമായിട്ട് ഇത് മാറും. അതിലേക്കുള്ളൊരു കാഹളം തന്നെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ മാറുക. ഇപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ഹമാസിനെയും ഗസയെയും ഒക്കെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നീക്കം നടത്തിയത് എങ്കിൽ ആ ഭയം ഉണ്ടായിട്ടില്ല എന്ന് ഇറാനും ഹമാസും ശക്തമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അവർ ആക്രമണം, വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം, അവരുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിനോട് എങ്ങനെയാണ് അമേരിക്കയും ഇസ്രായേലും പ്രതികരിക്കുക എന്നറിയാൻ ശനിയാഴ്ച വരെ നമുക്ക് കാത്തിരിക്കണം. ശനിയാഴ്ച അത്തരത്തിലൊരു പ്രത്യാക്രമണം, അതായത് സൈനിക ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള പ്രത്യാക്രമണങ്ങൾ കൂട്ടത്തോടെ ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക പക്ഷേ കുറെ കൂടി ശക്തമായി ഇസ്രായേലിന് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വലിയ സൈനിക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ഇറാനും ശക്തമായ സൈനിക ചേരിയുമായി യുദ്ധത്തിനിറങ്ങും. അതൊരു മഹായുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണ്, ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. ഇസ്രായേൽ ഗസയെ തീർക്കും, അമേരിക്ക ഗസയെ തീർക്കും, പശ്ചിമേഷ്യയെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന വിഡ്ഢികൾ മനസ്സിലാക്കുക, നമ്മളെ ഉൾപ്പെടെ ബാധിക്കുന്നൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സുഖകരമായിരിക്കില്ല, ദുരന്തമായിരിക്കും. ഒരു യുദ്ധവും ആരെയും സന്തോഷിപ്പിച്ച ചരിത്രമില്ല. യുദ്ധങ്ങൾ എപ്പോഴും കെടുതികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. യുദ്ധമില്ലാത്തൊരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുക, പ്രാർത്ഥിക്കുക. യുദ്ധം വന്നാൽ പിന്നെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പവുമായിരിക്കില്ല.